കണ്ണിയമ്പ്രം തോട്ടിൽ അപകടാവസ്ഥയിലായിരുന്ന വാഗമരങ്ങൾ മുറിച്ചുമാറ്റി ഭരണസമിതി അഴിമതി നടത്തിയെന്ന് ആരോപിച്ച ബി.ജെ.പി. കൗൺസിലർ സരൂപ്. കണ്ണിയമ്പ്രം തോട്ടിൽ അപകടാവസ്ഥയിലായിരുന്ന വാഗമരങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റുകയും ഇതിനായി ചെലവായ 77,000 രൂപ അനുവദിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അജണ്ടയിൽ അവ്യക്തത ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുള്ള മരമാണ് നഗരസഭ മുറിച്ചു മാറ്റിയിരിക്കുന്നത് എന്നും ഇതിന്റെ പേരിൽ വലിയ അഴിമതിയാണ് ഭരണസമിതി നടത്തിയത് എന്നും ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർ സരൂപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ വിവിധ വകുപ്പുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും സരൂപ് വ്യക്തമാക്കി. ഈ തുക സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഈടാക്കാനുള്ള നടപടി ഭരണസമിതി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നത് നഗരസഭ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല. ഇത് ഭരണസമിതി ഇതിൽ ഒരു വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഈ അഴിമതി പുറത്തു കൊണ്ടുവരും. ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അന്വേഷണത്തിന് വിവിധ വകുപ്പുകളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നുള്ള മരം മുറിച്ചു മാറ്റാൻ നഗരസഭ നോട്ടീസോ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നൽകാതെ ഇത്തരത്തിലുള്ള ഒരു 77,000 രൂപയോളം പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും എടുക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഭരണസമിതി ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടണം. ഈ വാഗമരം മുറിച്ചു മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട തുക ആ സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. രാമരാജൻ മാസ്റ്റർ റോഡിന്റെ അവസാന ഭാഗത്തുള്ള തോടിന്റെ ഭാഗത്താണ് വലിയ വാഗമരം കടപുഴകി വീണ് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുകയും ഏത് സമയത്തും തോട്ടിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വാഗമരം നിൽക്കുകയും ചെയ്തിരുന്നത്. ഈ വാഗമരമാണ് നഗരസഭ മുറിച്ചുമാറ്റിയത്.